ഞാൻ ഈ കുടിക്കുന്ന സാധനം ഒരു എനർജി ഡ്രിങ്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? റെഡ് ബുൾ അല്ല കേട്ടോ. റെഡ് ബുള്ളിനേക്കാൾ ഒരുപാട് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ടുള്ള വിശപ്പ്. പ്രത്യേകിച്ച് നൈറ്റ് ഫീഡിങ് ഉള്ളവരാണെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു കത്തൽ ഇവർക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഡ്രിങ്ക്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഒരു സ്പൂൺ റാഗിപ്പൊടി, അത് മുളപ്പിച്ച റാഗിയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, അതുപോലെ തന്നെ ഹാഫ് ഗ്ലാസ് പാല് നമ്മൾ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം, കട്ടയില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് കുറുക്കിയതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യുക. അത് നമ്മൾ വേണമെങ്കിൽ മധുരം ചേർത്ത് കഴിക്കാവുന്നതാണ്. ഞാൻ പനം കൽക്കണ്ടം അല്ലെങ്കിൽ തേനാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് കോരി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കപ്പിലെടുത്തിട്ട് റാഗി മാൾട്ട് കുടിക്കാനാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് കുടിക്കാൻ പറ്റും. ഇത് കാൽഷ്യം റിച്ച് ആണ്, അതുപോലെ തന്നെ അയേൺ റിച്ച് ആണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാല് ഒരുപാട് അളവിൽ ചേർക്കാൻ പാടില്ല. വെള്ളം കൂടുതലും പാല് കുറവായിരിക്കണം. കാരണം അയണും കാൽഷ്യം ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് അബ്സോർപ്ഷൻ നടക്കാതെ വരും. പാലെന്ന് പറയുന്നത് കാൽഷ്യം, അതുപോലെ തന്നെ റാഗി എന്ന് പറയുന്നത് അയൺ റിച്ച് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.